ശ്രീ സന്ദീപ് വാര്യർ എത്ര കാലം രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചുകൊണ്ടിരിക്കും? രാഹുൽ ഗാന്ധി ഒരു നേതാവ് എന്ന നിലയിൽ മുന്നോട്ട് വന്നില്ലേ? പപ്പു എന്നൊക്കെ വിളിച്ച് കളിയാക്കിയിരുന്നിടത്ത് നിന്നൊക്കെ രാഹുൽ ഗാന്ധി എത്ര ദൂരം മുന്നോട്ട് വന്നിരിക്കുന്നു? അത് കാണാതെ പോകരുത്. എതിരാളിയെ ഒരുപാട് വില കുറച്ച് കാണുന്ന രീതിയിലേക്ക് പോകരുത് നമ്മുടെ പരാമർശങ്ങൾ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഞാൻ എവിടെയും രാഹുൽ ഗാന്ധിയെ വില കുറച്ച് കണ്ടിട്ടില്ല. പക്ഷെ രാഹുൽ ഗാന്ധിയെ 55 or 60 തവണ നിങ്ങൾ ഈ 55 വയസ്സിനുള്ളിൽ റീലോഞ്ച് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങൾ, വിശിഷ്യ മനോരമയും മനോരമയുടെ സർവേയും അതുപോലെ നമ്മുടെ നിഷ ജിബയെ പോലെയുള്ള മാധ്യമ പ്രവർത്തകരും ഇല്ലായിരുന്നെങ്കിൽ പിന്നെ എങ്ങനെയാണ് രാഹുൽ ഗാന്ധി വീണ്ടും റീലോഞ്ച് ചെയ്യപ്പെടുക? 55 വയസ്സായ ഒരാള് ഇത്തവണ രാഷ്ട്രീയ പക്വതയാർജിച്ചു, അടുത്ത തവണ രാഷ്ട്രീയ പക്വതയാർജിക്കും, അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോ എല്ലാത്തിനും പാകമായി എന്ന് എത്ര തവണയായി പറയുന്നു? അദ്ദേഹത്തിന്റെ ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ചോ. നിരവധി തവണ ഇന്ത്യൻ മാധ്യമങ്ങൾ രാഹുൽ ഗാന്ധിയുടെ പുതിയ മുഖം, രാഹുൽ ഗാന്ധി നന്നായി, ഇത്തവണ രാഹുൽ ഗാന്ധി ഒരു കലക്കും ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾ എത്ര തവണയായി എഴുതുന്നു? ഇപ്പൊ കേരളത്തിലെ മനോരമ പോലെ ഒരു മാധ്യമ സർവേ നടത്തി പുറത്തു കൊണ്ടുവന്ന റിസൾട്ട് നോക്കുന്നത് രാഹുൽ ഗാന്ധി ഇന്ത്യ ഷൈനിങ്ങിനെ കുറിച്ച് പറഞ്ഞു. അവസാനിപ്പിക്കാൻ സമയമായതുകൊണ്ട് ഇടപെടുകയാണ് ശ്രീ സന്ദീപ് വാര്യർ. അവസാനിപ്പിക്കാൻ സമയം, അവസാനം 30 സെക്കൻഡ്. ഒരു സെക്കൻഡ്. ഇവിടെ CPM സഹയാത്രികൻ 2003 കണക്ക് പറഞ്ഞു. 2003 അല്ല, ഒരു മിനിറ്റ് വേണ്ട 2003 അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ മറുപടി പറയാം. 2003 CPM ബംഗാളിൽ 35 സീറ്റ് ഉണ്ടായിരുന്നു, ലെഫ്റ്റ് പാർട്ടീസിന് 35 സീറ്റ്. ഇന്ന് ബംഗാളിൽ നിങ്ങൾ ഉപ്പ് വെച്ച കലം പോലെയായില്ലേ? 0 സീറ്റാണ് നിയമസഭയ്ക്കകത്ത്. ജ്യോതി ബസുവിനെ അനുസ്മരിക്കാൻ പോലും ഉള്ള ആളുണ്ടായിരുന്നില്ല, നിങ്ങൾ ആലോചിക്കണം. അപ്പൊ ഇന്ന് 2003 രാഷ്ട്രീയ സാഹചര്യം അല്ല ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തുള്ളത്. BJP ഏറെ വളർന്നു കഴിഞ്ഞു. ആ വളർച്ച എന്ന് പറയുന്നത് ഞങ്ങൾ ഒട്ടും അഹങ്കാരത്തോടെ പറയുന്നതല്ല. ഇനി ഏതൊരു ഇലക്ഷൻ വന്നാലും, പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെ ഇലക്ഷൻ നടന്നാലും ആ ഇലക്ഷനെ ഗൗരവപരമായി സമീപിക്കുകയും ആ ഇലക്ഷനിൽ ജനങ്ങളോട് സംവദിക്കുകയും ചെയ്യുന്ന ഏക രാഷ്ട്രീയ പാർട്ടി ഇന്ന് ഇന്ത്യയിൽ BJP ആണ്.